ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതുവരെ നിങ്ങളാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ ഉടനെ തന്നെ എനേബിൾ ചെയ്യുക. ഇന്നും റിയൽ ലൈഫിൽ നടന്ന ഒരു പ്രേത അനുഭവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു അനുഭവം ഇൻസ്റ്റാഗ്രാം വഴി നമ്മളോട് ഷെയർ ചെയ്ത സുഹൃത്തിൻ്റെ പേര് അമൽജിത്ത് എന്നാണ്. അമൽജിത്തിൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ എവിടെയാണ് ഈ ഒരു അനുഭവം നടന്നത് എന്ന് കൃത്യമായി നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. എങ്കിലും ഈ ഒരു ഭയാനകമായ പേടിപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു അനുഭവം നടക്കുന്നത് 2020 വർഷത്തിലാണ്. ആ ഒരു സമയം അമൽജിത്ത് ദുബായിലായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. കൊറോണ എല്ലാം വന്നതുകൊണ്ട് തന്നെ അവന് നാട്ടിലേക്ക് വരേണ്ടി വന്നു. നാട്ടിൽ വന്നതും അവന് വീട്ടിൽ പോകാൻ സാധിച്ചില്ല. അവൻ്റെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു ക്വാറന്റൈൻ സെൻറ്ററിലായിരുന്നു അവൻ. ആ ഒരു ക്വാറന്റൈൻ സെൻറ്ററിൽ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല, മറിച്ച് വെറും 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും തനി റൂമായിരുന്നു. അമൽജിത്തിനും തനിച്ച് ഒരു റൂമായിരുന്നു. വന്ന അന്ന് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് അവൻ നേരത്തെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് പ്രഭാത ഭക്ഷണമെല്ലാം കഴിച്ച് അവനവൻ്റെ ഫ്രണ്ട്സിനും മറ്റു കുടുംബക്കാർക്കുമെല്ലാം ഫോൺ ചെയ്തു. അങ്ങനെ കുറച്ചു നേരം ഫോണിൽ സിനിമയും കണ്ട് സമയം പോയത് അവനും അറിഞ്ഞില്ല. അങ്ങനെ അന്ന് രാത്രിയായി. അവനുള്ള ഭക്ഷണം എത്തിയെന്നും പറഞ്ഞ് ക്വാറന്റൈനിലെ വാർഡൻ അവനെ ഫോണിൽ വിളിച്ചു. ഭക്ഷണമെടുത്ത് റൂമിൽ വന്ന് അവൻ കഴിക്കാനിരുന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് പതിയെ റൂമിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അവൻ കിടന്നു. അപ്പോഴവൻ സമയം നോക്കി. സമയം 10:30 ആയിട്ടുള്ളൂ. തനിച്ചായതുകൊണ്ടും മറ്റു റൂമിലെ ആളുകളുമായി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടും വളരെയധികം അവൻ ബോറടിച്ചു. കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. കുറച്ചു നേരം വീണ്ടും ഫോൺ നോക്കിയിരുന്നു. അങ്ങനെ അവൻ എങ്ങനെയെങ്കിലും ഉറങ്ങാമെന്ന് തീരുമാനിച്ച് ഫോണും എടുത്തു വെച്ച് കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് വരാന്തയിലൂടെ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ ആരോ പുറത്തുകൂടെ നടക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലായി. ആരായാലും കുറച്ചു നേരം അവരോട് മിണ്ടാമെന്ന് വിചാരിച്ച് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ അവൻ്റെ റൂമിലെ ലൈറ്റുകൾ ഇട്ടു. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. നല്ല ഇരുട്ടാണ്. ഒരു നില വെളിച്ചം പോലുമില്ല. വരാന്തയുടെ അറ്റത്തായി ആരോ നിൽക്കുന്നത് അവൻ കണ്ടു. അയാൾ ഇങ്ങോട്ട് വരുന്നതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് അവനും വിചാരിച്ചു. അവൻ ഇവിടെ നിന്നും കൈയെല്ലാം വീശി കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഒരു റിപ്ലൈയുമില്ല. എന്നാൽ അത് എന്തെങ്കിലും ആവട്ടെ എന്നും വിചാരിച്ച് അവൻ ഡോറും ലോക്ക് ചെയ്ത് വീണ്ടും റൂമിലേക്ക് പോയി. അവന് കിട്ടിയ റൂം 2ാം നിലയിലായിരുന്നു. റൂമിൽ നിന്നും വിൻഡോ തുറന്ന് പുറത്തെ വ്യൂ ആസ്വദിക്കാൻ വളരെ മനോഹരമായിരുന്നു. പക്ഷേ അന്ന് രാത്രിയിൽ ഒരു നിലാവെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും ജനൽ തുറന്നപ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ജനൽ തുറന്നിട്ട് കിടന്നു. അവൻ കിടന്ന് ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും റൂമിൻ്റെ കതകിൽ ആരോ തട്ടി. ഇത് കേട്ടതും അവൻ മനസ്സിലായി, നേരത്തെ അവിടെ നിന്ന ആ ഒരു ചേട്ടനാണ്. എങ്കിൽ കുറച്ചു നേരം അയാളോട് മിണ്ടാമെന്ന് അവനും വിചാരിച്ചു. അവൻ എണീറ്റ് റൂമിൽ വീണ്ടും ലൈറ്റ് ഇട്ടു. എന്നിട്ട് കതക് തുറന്നു. പുറത്ത് നോക്കിയപ്പോൾ ആരെയും തന്നെ കാണാനില്ല. അവൻ നേരത്തെ ആ ഒരു ചേട്ടൻ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയും ആരുമില്ല. ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു നിഴൽ രൂപം അങ്ങോട്ട് നടന്ന് നീങ്ങുന്നുണ്ട്. അവൻ ഇവിടെ നിന്നും ആ ഒരു ചേട്ടനെ ചേട്ടോ ചേട്ടോ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ആളതൊന്നും മൈൻഡാക്കാതെ അങ്ങ് അകലേക്ക് പോവുകയാണ്. എന്നാൽ പിന്നെ ആളുടെ പിന്നാലെ പോകാമെന്നും വിചാരിച്ച് ഇവനും ചേട്ടാ ചേട്ടാ എന്നും വിളിച്ചുകൊണ്ട് ആ ഒരു രൂപത്തിന് പിന്നാലെ പോയി. അവൻ അടുത്തെത്തും തോറും ആ ഒരു രൂപം കുറച്ച് അകലേക്കായി നീങ്ങി തുടങ്ങി. ഒരു കോർണർ എത്തിയതും പെട്ടെന്ന് തന്നെ ആ ഒരു രൂപം അപ്രത്യക്ഷമായി. ഇതിലെന്തോ ഒരു പന്തികേട് അവനും തോന്നി. പെട്ടെന്ന് അവൻ്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം എണീറ്റ് നിൽക്കാൻ തുടങ്ങി. ശരീരമാകെ കൂരിത്തെരിച്ചു. അവൻ ആ ഒരു നിമിഷം തന്നെ അവിടെ നിന്നും റൂമിലേക്ക് ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കതകിലാരോ തട്ടുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ടായി. അവൻ്റെ ശരീരമാകെ വിയർത്തു. അവൻ റൂമിലെ ലൈറ്റെല്ലാം അണച്ച് വീണ്ടും കിടക്കാൻ തുടങ്ങി.
അവന് എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. എങ്കിലും എങ്ങനെയൊക്കെയോ കുറച്ചു നേരം ഉറങ്ങി. ഒരുപാട് നേരത്തിന് ശേഷം അവൻ്റെ ശരീരമാകെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. റൂമിൻ്റെ വിൻഡോ തുറന്നു കിടക്കുന്നതുകൊണ്ട് പുറത്തു നിന്നും അകത്തേക്ക് നല്ല തണുത്ത കാറ്റ് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. അവൻ പതിയെ എണീറ്റ് ആ ഒരു വിൻഡോ ലോക്ക് ചെയ്തു. അതിനുശേഷം പുതച്ചു മൂടി വീണ്ടും കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വിൻഡോയിൽ ഗ്ലാസ്സിലാരോ മുട്ടുന്ന ശബ്ദം. രണ്ടാമത്തെ നിലയിൽ വിൻഡോയിൽ ആരാണ് വന്ന് തട്ടുന്നതെന്ന് അവനും ഉള്ളിൽ വല്ലാതൊരു ഭയമായി. പോയി നോക്കാൻ തന്നെ അവൻ്റെ ഉള്ളിൽ ഭയം അവനെ അനുവദിച്ചില്ല. പക്ഷേ നിരന്തരമായി ആരോ ജനലിൽ തട്ടിക്കൊണ്ടേയിരുന്നു. അതെന്താണെന്നറിയാൻ അവൻ്റെ ഉള്ളിലെ സകല ധൈര്യവുമെടുത്ത് അവൻ ആ ജനലിൻ്റെ അരികിലേക്ക് ചെന്നു. അവിടെ ചെന്നതും അവൻ കാണുന്നത് ഒരു കറുത്ത നിഴൽ ആ ജനലിൻ്റെ വിളയിൽ നിന്നും അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം തന്നെ ആ ഒരു രൂപം ആ രണ്ടാം നിലയിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടി. ശേഷം ഒരു വെളുത്ത പുക പോലെ അത് വായുവിൽ അലിഞ്ഞ് ഇല്ലാതെയായി. ഇതെല്ലാം കണ്ട് ബോധം പോയി അന്നേ ദിവസം രാത്രി അവൻ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ അവനെ വിളിച്ചിട്ട് കാണാത്തതുകൊണ്ട് ക്വാറന്റൈൻ സെൻറ്ററിലെ ആൾക്കാർ തന്നെ അവൻ്റെ റൂമിൽ വരികയായിരുന്നു. ശേഷം അവന് വല്ലാതെ ഫീവർ ഉള്ളതുകൊണ്ട് അവിടെ നിന്നും ആംബുലൻസ് വിളിച്ച് കാസർഗോഡുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് അവനെ മാറ്റി. അതിനുശേഷം അവൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവനെ വീട്ടിൽ തന്നെ ക്വാറന്റൈൻ ഇരിക്കാൻ അനുവദിച്ചു. അന്നുണ്ടായ ആ ഒരു അനുഭവം അവൻ അവൻ്റെ കൂട്ടുകാരോടോ വീട്ടുകാരോടോ പറഞ്ഞില്ല. ഇതെല്ലാം ഉറങ്ങുമ്പോൾ കണ്ടതായിരുന്നുവെങ്കിൽ ഒരു സ്വപ്നമാണെന്ന് വിചാരിക്കാമെന്ന് അവൻ പറഞ്ഞു. പക്ഷേ നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു ഭയം ഉള്ളിൽ നിന്നും അവന് മാറിയിട്ടില്ല. അമൽജിത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ ആ ഒരു സമയത്തുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നിരിക്കും? ഈ ഒരു അനുഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? മറ്റൊരനുഭവമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.